അസ്സലാമു ക്ലാസ് 8 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 4ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 8 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. ക്ലാസ് 8 ഫിഖ്ഹുൽ ഇസ്ലാമിലെ എല്ലാ പാഠങ്ങളും അറബിയിലാണ്. പാഠങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം വേണം പാഠങ്ങളുടെ തദ്രീബാത്ത് നോക്കാൻ. അപ്പോൾ നമുക്കാദ്യം ഈ പാഠത്തിൻ്റെ അർത്ഥം നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കാം. അൽ വഹദത്തുർ റാബിഅ 4ാമത്തെ പാഠം അൽ വുളൂ. നാം ഈ പാഠത്തിൽ വുളൂവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ മുഖം കഴുകുകയും കൈകൾ മുട്ടുവരെ കഴുകുകയും തല തടവുകയും കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകുകയും ചെയ്യുക. അടുത്തത് നോക്കൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അശുദ്ധിയുള്ളവൻ വുളൂ ചെയ്യുന്നതുവരെ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. വുളൂഇന്റെ അടയാളം കാരണം ഖിയാമത്ത് നാളിൽ എൻ്റെ സമുദായത്തെ മുഖവും കൈകാലുകളും വെളുത്തവർ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ മുഖം കൈകാലുകളും നീട്ടിക്കഴുകാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യട്ടെ. അടുത്ത പാരഗ്രാഫ്. മാ യഹ്റുമു ബിൽ ഹദസിൽ അസ്ഗർ, അതായത് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ. ചെറിയ അശുദ്ധി കാരണം 6 കാര്യങ്ങൾ നിഷിദ്ധമാണ്: നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമായുടെ ഖുത്ബ, മുസ്ഹഫ് ചുമക്കൽ, തൊടൽ. ഖുർആൻ എഴുതപ്പെട്ടത് മുസ്ഹഫ് പോലെ തന്നെയാണ്. ചരക്ക് വസ്തുക്കളോടൊപ്പം മുസ്ഹഫ് എന്ന ഉദ്ദേശമില്ലാതെ ചുമക്കൽ ഹറാമില്ല. വകതിരിവ് എത്താത്ത കുട്ടിക്ക് മുസ്ഹഫിലേക്കോ ആദരവുള്ള വസ്തുവിലേക്കോ സൗകര്യം ചെയ്തു കൊടുക്കൽ അനുവദനീയമല്ല. ദിർഹം പോലോത്തവ മുസ്ഹഫിൽ വെക്കുക, വെറുതെ പിച്ചി ചീന്തുക, മുസ്ഹഫ് ഉയർന്ന സ്ഥലത്തല്ലാതിരിക്കുമ്പോൾ അതിലേക്ക് കാൽ നീട്ടുക, അനറബി ഭാഷയിൽ ഖുർആൻ എഴുതുക, ഖുർആൻ എഴുതിയത് വിഴുങ്ങുക എന്നിവ അനുവദനീയമല്ല. രോഗശമനത്തിന് കുടിക്കൽ അനുവദനീയമാണ്. പണ്ഡിതനെപ്പോലെ ഖുർആൻ കാണുമ്പോൾ എഴുന്നേൽക്കൽ സുന്നത്താണ് എന്നല്ല. ഖുർആനാണ് എഴുന്നേൽക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത്. സംരക്ഷണത്തിന് വേണ്ടിയല്ലാതെ ഖുർആൻ കഴിക്കൽ കറാഹത്താണ്. അടുത്ത പാരഗ്രാഫ്. മാ യുസന്നു ലഹുൽ വുളൂഅ ഔ മിൻഹു, അതായത് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ വുളൂ സുന്നത്തുള്ള കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ചെയ്യാൻ വുളൂ സുന്നത്താണ്. ഖുർആൻ, ഹദീസ് എന്നിവ പാരായണം ചെയ്യുക, അവ രണ്ടും കേൾക്കുക, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക, മതവിജ്ഞാനം പഠിക്കുക, പഠിപ്പിക്കുക, അത് എഴുതുക, പള്ളിയിൽ പ്രവേശിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുക, ബാങ്ക്, ഇഖാമത്ത്, ജനാബത്തുകാരൻ തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, മയ്യത്തിനെ ചുമയ്ക്കുക, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ചുമയ്ക്കുക എന്നിവ അതിൽപ്പെട്ടതാണ്. വയുന്തബുൽ വുളൂഉ മിൻ ഉമൂർ, അതായത് ചില കാര്യങ്ങൾ ചെയ്താൽ വുളൂ സുന്നത്താണ്. നഖം വെട്ടുക, മീശ വെട്ടുക, തലമുടി കളയുക, ഛർദിക്കുക, മയ്യത്തിനെ ചുമയ്ക്കുക, സ്പർശിക്കുക, താടിയും മീശയും മുളയ്ക്കാത്ത കുട്ടി, ചെറിയ പെൺകുട്ടി, വെള്ളപ്പാണ്ട് രോഗി, സത്യനിഷേധി, ഗുഹ്യരോമം, തുളക്കുറ്റി, ചന്തിയുടെ ഉള്ള് എന്നിവ തൊടുക, വികാരത്തോടെ നോക്കുക, ദോഷമൊഴിയുക, ദേഷ്യപ്പെടുക, വയസ്സുകൊണ്ട് പ്രായപൂർത്തിയാവുക, ഒരു വുളൂ കൊണ്ട് ഒരു നിസ്കാരം നിർവഹിക്കുക എന്നിവ അതിൽപ്പെട്ടതാണ്. അടുത്തത് അൽ മസ്ഹു അലൽ ഖുഫൈൻ, അതായത് 2 ഖുഫ തടവൽ എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. ഖസ്റിൻ്റെ യാത്ര ഏകദേശം 132 കിലോമീറ്റർ ചെയ്യുന്നവന് 3 രാപ്പകലുകളും നാട്ടിൽ താമസിക്കുന്നവന് 1 രാപ്പകലും
കാൽ കഴുകുന്നതിനു പകരം 2 ഖുഫയിൽ തടവൽ അനുവദനീയമാണ്. അവതരിച്ചതിനു ശേഷം അശുദ്ധി ഉണ്ടായതു മുതലാണ് കാലാവധി ആരംഭിക്കുക. വലിയ അശുദ്ധി ഉണ്ടായാൽ അവ രണ്ടും ഊരൽ നിർബന്ധമാണ്. ഖുഫ തടവാനുള്ള നിബന്ധനകൾ 5 1. പൂർണ്ണ ശുദ്ധിയോടെയാവണം അവ ധരിക്കേണ്ടത്. 2. അവ ഫർലിന്റെ സ്ഥലം മറയ്ക്കണം. 3. അവ നജസിൽ നിന്ന് ശുദ്ധിയാവണം. 4. കാലിലേക്ക് വെള്ളം ഇറങ്ങരുത്. 5. അവ ധരിച്ച് ആവശ്യങ്ങൾക്ക് പോവാനും വരാനും സാധിക്കണം. ഈ നിബന്ധനകൾ പാലിക്കാത്ത സോക്സിൽ തടവാൻ പറ്റില്ല. ഖുഫയുടെ മേൽഭാഗത്ത് അല്പം തടവലാണ് ഖുഫ തടവുന്നതിൻ്റെ ചുരുങ്ങിയ രൂപം. ഇതിൻ്റെ പൂർണ്ണ രൂപം 2 ഖുഫയുടെയും മുകൾ ഭാഗവും താഴ്ഭാഗവും ഒരു തവണ വരകളായി തടവലാണ്. അതായത് വലത് കൈ മുകൾ ഭാഗത്ത് കാൽവിരലിൻ്റെ അറ്റം മുതൽ തണ്ടം കാൽ വരെയും ഇടത് കൈ ഭാഗത്ത് മടമ്പ് മുതൽ കാൽവിരലുകളുടെ അറ്റം വരെയും നടത്തുക. അടുത്ത പാരഗ്രാഫ്. അഷ്റഖു ഫി ത്വഹാറ, ശുദ്ധീകരണത്തിലുള്ള സംശയം. വെള്ളം പകർച്ചയാണെന്നോ മുത്തനജ്ജിസാണെന്നോ സംശയിച്ചാൽ ആ വെള്ളം തഹൂറാണ്. പകർച്ചയുണ്ടെന്ന് ഉറപ്പിക്കുകയും നീങ്ങിയാൽ സംശയിക്കുകയും ചെയ്താൽ ആ വെള്ളം തഹൂറല്ല. കാരണം ഉറപ്പ് സംശയം കൊണ്ട് നീങ്ങുകയില്ല. വുളൂ ചെയ്യുന്നവൻ വുളൂവിനിടയിൽ നിയ്യത്തിൽ സംശയിച്ചാൽ വുളൂ ആദ്യം മുതൽ ചെയ്യണം. ഉറവയവത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പൂർണ്ണതയിലോ കഴുകിയ എണ്ണത്തിലോ സംശയിച്ചാൽ ഉറപ്പ് സ്വീകരിക്കണം. അവയവം കഴുകിയതിനു ശേഷമാണ് സംശയമെങ്കിൽ ആ സംശയത്തിന് പ്രസക്തിയില്ല. ഒരവയവം തന്നെ കഴുകിയോ എന്ന് സംശയിച്ചാൽ ആ അവയവം അതിനുശേഷമുള്ളവയും മടക്കി കഴുകണം. വുളൂയിൽ നിന്ന് വിരമിച്ചതിനു ശേഷമാണ് മേൽ പറയപ്പെട്ട സംശയമെങ്കിൽ സംശയത്തിന് പ്രസക്തിയില്ല. വുളൂ ഉണ്ടെന്ന ഉറപ്പും അവയുടെ വിപരീതത്തിൽ സംശയിക്കുകയോ ധാരണമുണ്ടാവുകയോ ചെയ്താൽ ഉയർന്നു പോകില്ല. അതുകൊണ്ട് ഉറങ്ങിയതാണോ തൂങ്ങി ഉറങ്ങിയതാണോ അല്ലെങ്കിൽ തൊട്ടത് പുരുഷനെയാണോ സ്ത്രീയെയാണോ എന്നും സംശയിച്ചാൽ വുളൂ മുറിയുകയില്ല. കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ അർത്ഥം മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖറഉ വനസ്തഉഇബുൽ മഅന, വായിച്ച് അർത്ഥം പറയുക. അപ്പം നോക്കൂ. ഇന്ന ഉമ്മത്തി യുദ്അഊന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂഇ ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതീല ഗുർറതഹു ഫൽയഫ്അൽ. ഇതിൻ്റെ അർത്ഥം വുളൂഇൻ്റെ അടയാളം കാരണം ഖിയാമത്ത് നാളിൽ എൻ്റെ സമുദായത്തെ മുഖവും കൈക്കാലുകളും വെളുത്തവർ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ മുഖം കൈക്കാലുകൾ നീട്ടിക്കഴുകാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യട്ടെ. അടുത്തത് നക്മലുൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹ്ദസ ഹത്താ ഡാഷ്. അവിടെ പൂരിപ്പിക്കേണ്ടത് യതവല്ലഅ. ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹ്ദസ ഹത്താ യതവല്ലഅ. 2. യജൂസുൽ മസ്സു അലൽ ഖുഫൈനി ലിൽ മുസാഫിരി ഡാഷ്. അവിടെ പൂരിപ്പിക്കേണ്ടത് സഫർ ഖസ്റിൻ സലാസത അയ്യാമിൻ. നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. യജൂസുൽ മസ്സു അലൽ ഖുഫൈനി ലിൽ മുസാഫിരി സഫർ ഖസ്റിൻ സലാസത അയ്യാമിൻ. അടുത്ത പ്രവർത്തനം നക്തഷിഫുൽ ഇജാബാത്ത്, ഉത്തരം കണ്ടെത്താം. 1. മൽ ഉമൂറുല്ലത്തി തഹ്റുമു ബിൽ ഹദസിൽ അസ്ഗർ. അതായത് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ 6 1. നിസ്കാരം, 2. തവാഫ്, 3. സുജൂദ്, 4. ജുമായുടെ ഖുത്ബ, 5. മുസ്ഹഫ് ചുമക്കൽ, 6. മുസ്ഹഫ് തൊടൽ. 2. യുസന്നുൽ വുളൂഉ ലി ഉമൂരിൻ മാഹിയ. അതായത് ചില കാര്യങ്ങൾക്ക് വുളൂ സുന്നത്താണ്. അവ ഏവ? ഉത്തരം ഖുർആൻ, ഹദീസ് എന്നിവ പാരായണം ചെയ്യുക, അവ രണ്ടും കേൾക്കുക, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക, മതവിജ്ഞാനം പഠിക്കുക, പഠിപ്പിക്കുക, അത് എഴുതുക, പള്ളിയിൽ പ്രവേശിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുക, അസാൻ,
ഇഖാമത്ത്, ജനാബത്തുകാരൻ തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, മയ്യത്തിനെ ചുമയ്ക്കുക, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ചുമയ്ക്കുക എന്നീ കാര്യങ്ങൾക്ക് മുമ്പ് വുളൂ സുന്നത്താണ്. 3. യുന്തബുൽ വുളൂ മിൻ ഉമൂരിൻ മാഹിയ. ചില കാര്യങ്ങൾ ചെയ്താൽ വുളൂ സുന്നത്താണ്. അവ ഏവ? ഉത്തരം: നഖം വെട്ടുക, മീശ വെട്ടുക, തലമുടി കളയുക, ഛർദ്ദിക്കുക, മയത്തിനെ ചുമയ്ക്കുക, സ്പർശിക്കുക, താടിയും മീശയും മുളയ്ക്കാത്ത കുട്ടി, ചെറിയ പെൺകുട്ടി, വള്ളപ്പാണ്ട് രോഗി, സത്യനിഷേധി, ഗുഹ്യരോമം, തുടക്കുറ്റി, ചന്തിയുടെ ഉള്ള് എന്നിവ തൊടുക, വികാരത്തോടെ നോക്കുക, ദോഷമൊഴിയുക, ദേഷ്യപ്പെടുക, വയസ്സുകൊണ്ട് പ്രായപൂർത്തിയാവുക, ഒരു വുളൂ കൊണ്ട് ഒരു നിസ്കാരം നിർവഹിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്താൽ വുളൂ സുന്നത്താണ്. 4. കം ഷർത്തൽ ലിമസ്ഹിൽ ഖുഫി വമാഹിയ. അതായത് ഖുഫ തടവാനുള്ള ഷർത്തുകൾ എത്ര? അവ ഏവ? ഉത്തരം: ഖുഫ തടവുന്നതിനുള്ള ഷർത്തുകൾ 5 ആണ്. 1. പൂർണ്ണ ശുദ്ധിയോടെയാവണം അവ ധരിക്കേണ്ടത്. 2. അവ ഫർലിന്റെ സ്ഥലം മറയ്ക്കണം. 3. അവ നജസിൽ നിന്ന് ശുദ്ധിയാവണം. 4. കാലിലേക്ക് വെള്ളം ഇറങ്ങരുത്. 5. അവ ധരിച്ച് ആവശ്യങ്ങൾക്ക് പോവാനും വരാനും സാധിക്കണം. അടുത്ത പ്രവർത്തനം നുവല്ലിഹുൽ മസ്അല, അതായത് മസ്അല വിവരിക്കുക. 1. ഹർക്കുൽ ഖുർആൻ, ഖുർആൻ കഴിക്കുക. ഇതിൻ്റെ മസ്അല എന്ത്? അത് നമുക്കിപ്പോൾ എഴുതണം. ഖുർആനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ലാതെ ഖുർആൻ കരിക്കൽ കറാഹത്താണ്. 2. അൽ മസ്ഹു അലൽ ജൗർ ബിശ്ശാഇ ഫി ബിലാദിന ഇൻദൽ വുളൂ. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന സാക്സുകൾ ധരിച്ച് വുളൂ സമയത്ത് തടവുക. ഇതിൻ്റെ മസ്അല എന്ത്? അത് നമുക്കിപ്പോൾ എഴുതണം. ഖുഫ തടവുന്നതിൻ്റെ നിബന്ധനകൾ പാലിക്കാത്ത സോക്സിൽ അവ തടവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സോക്സുകൾ ഖുഫ തടവുന്നതിന് അനുയോജ്യമല്ല. അടുത്ത പ്രവർത്തനം നുവഫിഖു ബൈന ത്വാഇഫതൈൻ, യോജിച്ചത് പരസ്പരം ചേർക്കുക. 1. ഷക്ക ഫീ തനജ്ജുസിൽ മാഇ, വെള്ളം നജസാണെന്ന് സംശയിച്ചു. അതിന് യോജിച്ചത് ഫൽ മാഉ തഹൂറുൻ, അതായത് ആ വെള്ളം തഹൂറാണ്. 2. തയഖന തഗയ്യുറൽ മാഇ വശക്ക ഫീ സവാലിഹി ഫഹുവ, അതായത് വെള്ളം പകർച്ചയായിട്ടുണ്ടെന്ന് ഉറപ്പാണ്, പക്ഷേ നീങ്ങിയോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ. അതിന് യോജിച്ചത് ഗൈറു തഹൂറിൻ, ആ വെള്ളം തഹൂറല്ല. 3. ലൗ ഷക്കൽ മുതവല്ലിഉ അസ്നാഅ വുളൂഇഹി ഫിൻ നിയ്യത്തി, വുളൂഇന്റെ ഇടയ്ക്ക് വെച്ച് നിയ്യത്തിൽ സംശയിച്ചാൽ. ഇതിന് യോജിച്ചത് ഇസ്തഗനഫൽ വുളൂ, വുളൂ ആദ്യത്തിൽ നിന്ന് തുടങ്ങണം. 4. ലൗ ഷക്ക ഹൽ നാമ ഔ നഅസ, അതായത് ഉറങ്ങിയോ തൂങ്ങി ഉറങ്ങിയോ എന്ന് സംശയിച്ചാൽ. അതിന് യോജിച്ചത് ഫല യൻതഖിലുൽ വുളൂ, വുളൂ മുറിയുകയില്ല. അടുത്ത പ്രവർത്തനം നസ്തഹ്ലിറു മിനസ്സാക്കിറ. 1. ഫുറൂലുൽ വുളൂ, വുളൂഇന്റെ ഫർളുകൾ. അപ്പോൾ നോക്കൂ, വുളൂഇന് 6 ഫർളുകൾ ഉണ്ട്. 1. നിയ്യത്ത്. 2. മുഖം മുഴുവൻ കഴുകുക. 3. 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക. 4. തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക. 5. 2 കാലും നെരിയാണി ഉൾപ്പെടെ കഴുകുക. 6. തർത്തീബ്. 2. ഫുറൂലുൽ ഗുസ്ൽ, കുളിയുടെ ഫർളുകൾ. കുളിയുടെ ഫർളുകൾ 2 ആണ്. 1. നിയ്യത്ത് ചെയ്യൽ. 2. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം ചേരൽ എന്നിവയാണവ. 3. സുനനുൽ ഗുസ്ൽ, കുളിയുടെ സുന്നത്തുകൾ. കിബിലയ്ക്ക് മുന്നിടുക, ഔറത്ത് മറയ്ക്കുക. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക. വുളൂ ചെയ്യുക. ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. തേച്ചുറച്ച് കഴുകുക. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിൾ, ചെവി, ചുക്കിത്തൊളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ച് കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളിക്കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദുആ ചെയ്യുക എന്നിവ സുന്നത്തുകളാണ്. 4. അദ്ദുആഉ ബഅദൽ വുളൂ, വുളൂഇന് ശേഷമുള്ള ദുആ. അപ്പോൾ നോക്കൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു
وأشهد أن محمدا عبده ورسوله. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. അടുത്ത പ്രവർത്തനം അൽ വാജിബുൽ മൻസിലി. ഹോംവർക്കായി ചെയ്യേണ്ട വർക്കാണിത്. നക്തുബു മഖാലതൻ അൻ അൽ മുഹാഫദത്തു അലൻ നളാഫത്തി വത്ത്വഹാറ. അതായത് വൃത്തി, ശുദ്ധി എന്നിവയുടെ മഹത്വത്തെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. വൃത്തിക്കും ശുചിത്വത്തിനും ഏറ്റവും വലിയ പരിഗണനയാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. വൃത്തി വിശ്വാസിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വൃത്തിയും ശുദ്ധിയും മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെയും ജീവിത സന്തോഷത്തിൻ്റെയും അനിവാര്യതയാണ്. അള്ളാഹു പരിശുദ്ധനാണ്, അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നവനാണ്. ശുദ്ധി ഈമാനിൻ്റെ പകുതിയാകുന്നു. എല്ലാ ദിവസവും നാം 5 നേരം നിർവഹിക്കപ്പെടുന്ന നിസ്കാരം പോലും ശുദ്ധിയില്ലാതെ ശരിയാവുകയില്ല. മനുഷ്യൻ്റെ സാർവത്രികമായ സുഖ ഐശ്വര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള വ്യവസ്ഥകളെല്ലാം മനുഷ്യന് ഗുണപരമായി അനുഭവപ്പെടും. അത്തരം നിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെടുമ്പോൾ അതൊരു സൽക്കർമ്മമാവുകയും പ്രതിഫലാർഹമായി തീരുകയും ചെയ്യും. ശരീരം, വസ്ത്രം, വീട്, പരിസരം മുതലായവയെല്ലാം നാം വൃത്തിയാക്കേണ്ടതാണ്. അത് ആരോഗ്യത്തിനും അസുഖങ്ങൾ പകരുന്നതിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നു. ശരീരശുദ്ധി വരുത്തുന്നതിലൂടെ ശരീരഭംഗിയും ഉന്മേഷവും നമുക്ക് ലഭിക്കുന്നു. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.